ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ്? ലോകത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ജെഫ്രിനും അയാളുടെ രഹസ്യദ്വീപും അവിടെ നടക്കപ്പെടുന്ന കൊടും കുറ്റകൃത്യങ്ങളും എന്തായിരുന്നു? ആ കഥയുടെ ആഴങ്ങളിലേക്ക് വെൽക്കം ടു ഫെയറി സോൺ. അമേരിക്കയിലെ ശതകോടീശ്വരനും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ കുറ്റക്കാരനായി വിധിക്കപ്പെട്ട മൺമറഞ്ഞ ഒരു ലൈംഗിക കുറ്റവാളിയാണ് ജെഫ്രി എപ്സ്റ്റീൻ. അയാൾക്ക് പണമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ വർഷങ്ങളോളം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താണ് ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ്? ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനെതിരെ വർഷങ്ങളായി നടക്കുന്ന അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ, സാക്ഷിമൊഴികൾ, FBI-യും US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ അന്വേഷണ ഫയലുകൾ, വിമാനയാത്രാ രേഖകൾ, കോണ്ടാക്ട് ലിസ്റ്റുകൾ, കോൾ റെക്കോർഡുകൾ, ഇമെയിലുകൾ എന്നിവ ഉൾപ്പെടുന്ന ഔദ്യോഗിക ഡോക്യുമെന്റുകളുടെ ഒരു സമാഹാരമാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഇവയിൽ പലതും എപ്സ്റ്റീൻ ജീവനോടെ ഉണ്ടായിരുന്ന കാലത്ത് പൊതുജനങ്ങളിൽ നിന്ന് സീൽഡായി സൂക്ഷിക്കപ്പെട്ടവയായിരുന്നു. പിന്നീട് എപ്സ്റ്റീൻ മരിച്ചതിനു ശേഷം വിവിധ കേസുകളുടെയും കോടതി ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ രേഖകളിൽ ചിലത് അൺസീൽ ചെയ്യപ്പെട്ടു. ഈ ഫയലുകളിൽ എപ്സ്റ്റീൻ ഒറ്റയ്ക്ക് നടത്തിയ കുറ്റകൃത്യങ്ങളെക്കാൾ കൂടുതലായി അയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഉന്നതരായ വ്യക്തികളും അവരെ സംരക്ഷിച്ച നിയമവ്യവസ്ഥയിലെ പാളിച്ചകളും വെളിച്ചത്തിലാക്കുന്നതിനാലാണ് ഇന്ന് എപ്സ്റ്റീൻ ഫയൽസ് ലോകമാകെ വലിയ വിവാദങ്ങളും ഞെട്ടലുകളും സൃഷ്ടിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ക്രിമിനൽ തന്റെ കൊടും ക്രൂര ലൈംഗിക കുറ്റകൃത്യങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടാതെ നടപ്പിലാക്കാൻ ഒരു ദ്വീപ് തന്നെ സ്വന്തമാക്കി. കരീബിയൻ സമുദ്രത്തിൽ US വെർജിൻ ദ്വീപുകളുടെ പരിധിയിൽ സെന്റ് തോമസിന്റെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഏകദേശം 70 ഏക്കർ വിസ്തീർണമുള്ള ഒരു സ്വകാര്യ ദ്വീപിന് അയാൾ നൽകിയ പേര് ലിറ്റിൽ സെയിന്റ് ജെയിംസ് ഐലൻഡ് എന്നാണ്. കുട്ടികളെ തടവിലാക്കി പീഡനത്തിന് വിധേയരാക്കാൻ ഉദ്ദേശപൂർവ്വം സൃഷ്ടിച്ച അടച്ചുപൂട്ടിയ ക്രിമിനൽ ലോകമായിരുന്നു അയാളുടെ ദ്വീപ്. സ്വകാര്യ വിമാനങ്ങളിലൂടെയും ബോട്ടുകളിലൂടെയും പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികളെ ഈ ദ്വീപിലേക്ക് എത്തിച്ചു. ഉയർന്ന സുരക്ഷയും പുറം ലോകത്തിൽ നിന്നുള്ള പൂർണ്ണമായ വേർതിരിവും ഉപയോഗിച്ച് അവരെ തുടർച്ചയായി പീഡനങ്ങൾക്ക് വിധേയരാക്കിയതായി കോടതി രേഖകളും ഇരകളുടെ സത്യവാങ്മൂലവും വ്യക്തമായി പറയുന്നു. ഇവിടെ നടന്ന സംഭവങ്ങളുടെ ഭീകരത കൊണ്ടാണ് ഈ ദ്വീപിനെ ലോകം എപ്സ്റ്റീൻ ഐലൻഡ് എന്നും പീഡോഫൈൽ ഐലൻഡ് എന്നും വിളിക്കാൻ തുടങ്ങിയത്. ഒരു മനുഷ്യന്റെ ക്രൂരത ഒരു ഭൂമിയുടെ പേരായി മാറിയ അപൂർവ ക്രിമിനൽ ചരിത്രം. ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ? ഔദ്യോഗികമായി അയാൾ ഒരു അധ്യാപകനായി ജീവിതം ആരംഭിച്ച വ്യക്തിയായിരുന്നു. 1970-കളിൽ ന്യൂയോർക്കിലെ ഡാൾട്ടൺ സ്കൂളിൽ ഗണിതം പഠിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ യാതൊരു അക്കാഡമിക് യോഗ്യതയുമില്ലാതെയാണ് പിന്നീട് ഫിനാൻസ് ലോകത്തേക്ക് അസാധാരണമായൊരു ചുവടുവെപ്പ് നടത്തുന്നത്. അധ്യാപന ജോലി വിട്ടതിനു ശേഷം അയാൾ എങ്ങനെ കോടീശ്വരനായി എന്നതിനെക്കുറിച്ച് ഇന്നും വ്യക്തമായ വിശദീകരണമില്ല. പക്ഷേ ബില്യണെയർ ലെസ്ലി വെക്സ്നർ അടക്കമുള്ള സമ്പന്നരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതോടുകൂടിയാണ് എപ്സ്റ്റീന്റെ സാമ്പത്തിക വളർച്ച തുടങ്ങുന്നത് എന്നാണ് അന്വേഷണ രേഖകളിൽ പറയുന്നത്. പിന്നീട് സ്വകാര്യ ജെറ്റും ദ്വീപും കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളും കൈവശം വച്ച എപ്സ്റ്റീൻ സമൂഹത്തിലെ ഉന്നതരിലേക്കുള്ള പ്രവേശനം ഒരു നെറ്റ്വർക്ക് പോലെ വികസിപ്പിച്ചെടുത്തു. പുറത്തുവന്ന ഫയലുകളിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനത്തിൽ ഇവർ പലതവണ യാത്ര ചെയ്തതായി വിമാനരേഖകൾ വ്യക്തമാക്കുന്നു. കൂടാതെ മൈക്കിൾ ജാക്സൺ, ബിൽ ഗേറ്റ്സ്, നോം ചോംസ്കി, ഡികാപ്രിയോ, സ്റ്റീഫൻ ഹോക്കിൻസ് തുടങ്ങിയ നിരവധി പ്രമുഖരും എപ്സ്റ്റീന്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു. ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ എപ്സ്റ്റീനുമായി ബന്ധം തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാജകീയ പദവികൾ 2025-ൽ എടുത്തുകളയുകയുണ്ടായി. എപ്സ്റ്റീന്റെ പങ്കാളിയായിരുന്ന ഗിസ്ലെയ്ൻ മാക്സ്വെല്ലുമായുള്ള ആൻഡ്രൂവിന്റെ ആശയവിനിമയങ്ങളും ഫയലുകളിൽ ഉൾപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നരേന്ദ്രമോദിയുടെ പേരും പുറത്തു വന്നിരിക്കുന്നു. ഇസ്രായേലിൽ പോകാൻ എപ്സ്റ്റീൻ മോദിയെ ഉപദേശിച്ചു എന്നുള്ള പരാമർശമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 2000-ഓളം വീഡിയോകൾ, 2 ലക്ഷത്തോളം ചിത്രങ്ങൾ എന്നിങ്ങനെ
മുൻപ് പുറത്തുവിടാതെ മാറ്റിവെച്ചിരുന്ന വിപുലമായ രേഖകളാണ് US നീതിന്യായ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്നതും നെഞ്ചുലയ്ക്കുന്നതുമായ ചിത്രങ്ങളും വിവരങ്ങളുമാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ ആദ്യമായി നിയമപരമായി ശിക്ഷിക്കപ്പെടുന്നത് 2008 ഫ്ലോറിഡയിൽ രജിസ്റ്റർ ചെയ്ത ബാലലൈംഗിക പീഡന കേസിലാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗിക വൃത്തിക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട എപ്സ്റ്റീൻ ശിക്ഷയായി 18 മാസം ജയിൽവാസം വിധിച്ചെങ്കിലും അയാൾ 13 മാസം മാത്രം ആ ശിക്ഷ അനുഭവിച്ചുള്ളൂ. അതും പൂർണ്ണ ജയിൽവാസമല്ല, ആഴ്ചയിൽ 6 ദിവസം വരെ ജയിലിൽ നിന്ന് പുറത്തുപോയി സ്വന്തം ഓഫീസിൽ പോയി ജോലി ചെയ്യാനുള്ള സൗകര്യത്തോടെയുള്ള ശിക്ഷ. രാത്രിയിൽ മാത്രം ജയിലിൽ മടങ്ങി വരേണ്ട ഒരു ശിക്ഷ. ഒരു ബാലലൈംഗിക കുറ്റവാളിക്ക് അമേരിക്കൻ നീതിന്യായ ചരിത്രത്തിൽ നൽകിയിട്ടുള്ള അപൂർവമായ ഇളവായിരുന്നു അത്. ഈ കേസ് പുറത്തു വന്നതോടുകൂടിയാണ് നിയമം ശക്തർക്കായി വളയുന്നു എന്ന ആരോപണം അമേരിക്കയിൽ വ്യാപകമായി ഉയർന്നത്. എന്നാൽ 2019 ജെഫ്രി എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഫെഡറൽ തലത്തിലെ ഗുരുതര ബാലലൈംഗിക ചൂഷണ കേസുകളിലാണ്. ന്യൂയോർക്കും ഫ്ലോറിഡയും കേന്ദ്രീകരിച്ച് 2002 മുതൽ പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ പണം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കുറ്റം ചുമത്തിയാണ് എപ്സ്റ്റീനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ 2019 ഓഗസ്റ്റ് 10 എപ്സ്റ്റീൻ തന്റെ ജയിലിന്റെ സെല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി. തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. എന്നാൽ ഈ മരണത്തെ ചുറ്റിപ്പറ്റി നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് സെല്ലിന് മുന്നിലെ 2 സുരക്ഷാ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല. അയാളെ നിരീക്ഷിക്കേണ്ടിയിരുന്ന 2 ജയിൽ ഗാർഡുകൾ ഉറങ്ങിപ്പോയി. കൂടാതെ മരണത്തിന് ആഴ്ചകൾ മുൻപ് ആത്മഹത്യാ നിരീക്ഷണ പട്ടികയിൽ നിന്ന് എപ്സ്റ്റീനെ നീക്കിയിരുന്നു. ഇതൊക്കെയാണ് ഇത് ശരിക്കും ആത്മഹത്യ തന്നെയാണോ എന്ന ചോദ്യത്തിന് ഇന്ധനം നൽകിയത്. എന്നിരുന്നാലും നിയമപരമായി ഔദ്യോഗിക രേഖകളിൽ ഇന്നും അത് ആത്മഹത്യയായിട്ടാണ് നിലനിൽക്കുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചതോടെ ഒരു കേസല്ല അടച്ചുപൂട്ടപ്പെട്ടത്, ഒരു നെറ്റ്വർക്കാണ് നിശബ്ദമായത്. അയാളുടെ മരണത്തോടെ കോടതിയിൽ സാക്ഷ്യപ്പെടേണ്ടിയിരുന്ന ഏക കേന്ദ്രപ്രതി ഇല്ലാതെയായി. അതോടെ അയാളുടെ സ്വകാര്യ ജെറ്റുകളുടെ ഫ്ലൈറ്റ് ലോഗുകളിൽ, ദ്വീപ് സന്ദർശന പട്ടികകളിൽ, ഫോട്ടോഗ്രാഫുകളിലും മൊഴികളിലും പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ ഏറ്റവും ശക്തരായ ഉന്നതരായ പല ആളുകളുടെ പേരുകളും നേരിട്ട് വിചാരണ നേരിടാതെ മാറി നിന്നു. ബിൽ ക്ലിന്റൺ, പ്രിൻസ് ആൻഡ്രൂ, ബിൽ ഗേറ്റ്സ് തുടങ്ങിയ ഉന്നതരായ പല വ്യക്തികളും എപ്സ്റ്റീൻ ഫയൽസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും എപ്സ്റ്റീൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യുവാനും ക്രോസ് എക്സാമിനേഷൻ വഴി സത്യം പുറത്തെത്തിക്കാനും കഴിയുമായിരുന്നുള്ളൂ. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ക്രിമിനൽ മരിച്ചതോടെ കുറ്റകൃത്യങ്ങളുടെ ശൃംഖലയുടെ തലച്ചോർ മുറിക്കപ്പെട്ടു. അന്വേഷണങ്ങൾ ചിതറപ്പെട്ടു. പല കേസുകളും ഒത്തുതീർപ്പുകളായി അവസാനിച്ചു. അതുകൊണ്ടാണ് ഇത് ആത്മഹത്യയാണോ അതോ ഒരു കൊലപാതകമാണോ എന്നത് ഗൂഢാലോചന തിയറിയല്ല, മറിച്ച് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മറുപടി പറയേണ്ടിയിരുന്ന ഒരു ചരിത്ര ചോദ്യമായി ഇന്നും ഇത് നിലനിൽക്കുന്നത്. അയാൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ സംസാരിക്കേണ്ടിയിരുന്ന പേരുകൾ ഇന്ന് നിശബ്ദമാണ്. അതാണ് ഈ കേസിന്റെ ഏറ്റവും ഭയാനകരമായ ഒരു വസ്തുത. ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര്, എപ്സ്റ്റീൻ എന്ന കൊടും ക്രിമിനൽ ഒരൊറ്റ വ്യക്തിയല്ല, ലോകമെമ്പാടും വേരോടി പിടിച്ച ക്രൂരതയ്ക്ക് മുന്നിൽ ധരിച്ച ഒരു മറയാണ് അയാൾ. ആ മറ നീക്കി നോക്കുമ്പോൾ ഒരൊറ്റ മുഖമല്ല, അനേകം മുഖങ്ങളെ കാണാം. പല തലമുറകളായി കൈമാറപ്പെട്ട അധികാര ബന്ധങ്ങളും മറവിൽ തുടരുന്ന അനവധി കഥകളും പരസ്പരം ചേർന്ന് നിൽക്കുന്ന അധികാര ശക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇയാൾ ഒരൊറ്റപ്പെട്ട ക്രിമിനലല്ല. മൂലധനവും അധികാരവും ഉപയോഗിച്ച് മനുഷ്യരെ ഒരു ഉപഭോഗ വസ്തുവാക്കുകയും ചെയ്യുന്ന ഒരു ആഗോള സിസ്റ്റത്തിന്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് അയാൾ. സമ്പത്ത് ചിലരുടെ കൈകളിൽ കൂറ്റനായുധമാകുമ്പോൾ നിയമവും നീതിയും അവർക്ക് വഴങ്ങുന്നുവെന്നും ദരിദ്രരും കുട്ടികളും സ്ത്രീകളും ഉൽപ്പന്നങ്ങളായി മാത്രം മാറുന്ന ഒരു ലോകക്രമമാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് എന്നതാണ് ഈ കേസിന്റെ രാഷ്ട്രീയ സത്യം. എപ്സ്റ്റീൻ രക്ഷപ്പെട്ടതല്ല, അവനെ രക്ഷിച്ചത് ഒരു ക്ലാസ് സിസ്റ്റമാണ്. അവനെ മൂടിയത് അധികാര ബന്ധങ്ങളാണ്. അവനെ നിശബ്ദനാക്കിയത്
അതേ സിസ്റ്റത്തിന്റെ സ്വയം രക്ഷാ പ്രവൃത്തിയാണ്. ഈ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ന്യായം, സുരക്ഷ, മാനവികത എന്നൊക്കെ വിളിക്കുന്ന ആശയങ്ങൾ മൂലധന താൽപര്യങ്ങൾക്ക് കീഴടങ്ങുന്ന വ്യാജ വാക്കുകളാണെന്ന് നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് ജെഫ്രി എപ്സ്റ്റീൻ ആരാണ് എന്നതല്ല, ഇത്തരം എപ്സ്റ്റീൻമാരെ പിറക്കാനും രക്ഷപ്പെടാനും അനുവദിക്കുന്ന ലോകത്തിലാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത് എന്നതാണ്. കുട്ടികളും സ്ത്രീകളും ഇന്നും വേട്ടയാടപ്പെടുന്ന, പണമുള്ളവനും അധികാരമുള്ളവനും ശിക്ഷിക്കപ്പെടാത്ത, പൂർണ്ണമായും രോഗബാധിതമായ, മനുഷ്യത്വ വിരുദ്ധമായ ഒരു സംവിധാനത്തിലാണ് എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.